ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ആൽഫ എന്ന കന്നഡ സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരയിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. പിന്നീട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണിക്കുമല്ലോ, അതുപോലൊരു സീനാണ് ആദ്യം കാണിക്കുന്നത്. ഇപ്പോൾ പോലീസുകാരെല്ലാം ചേർന്ന് ഒരു ഗ്രൂപ്പിനെ തിരയാണ്. ആ ഗ്രൂപ്പിനെ കുറിച്ച് എന്തോ ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓഫീസറും എല്ലാവരെയും കൂട്ടി അവിടെ നിന്ന് തിരിക്കുന്നു. ഇദ്ദേഹമാണ് നായകന്റെ അച്ഛൻ. ഇങ്ങനെ പോകുന്ന നായകന്റെ അച്ഛന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി കാണിക്കുന്നില്ല. പിന്നീട് അവിടെ നിന്ന് കട്ട് ചെയ്ത് തുടക്കം മുതൽ നടന്ന കാര്യങ്ങൾ കാണിക്കുകയാണ്. നമ്മുടെ നായകന്റെ പേര് രാഹുൽ എന്നാണ്. ഇപ്പോൾ നായകന്റെ ടീമും അടുത്തുള്ള ടീമും തമ്മിൽ മാച്ച് നടക്കുകയാണ്. അടുത്തുള്ള ടീം എന്നാൽ അടുത്തുള്ള ഏരിയയിലെ പയ്യന്മാരാണ്. ആ മാച്ചിൽ നായകൻ ബാറ്റിങ്ങിനായി വരുന്നു. കുറച്ച് റൺസ് കൂടി എടുത്താൽ ജയിക്കാം. നമ്മുടെ നായകനും എങ്ങനെയെങ്കിലും 6 അടിക്കണമെന്ന് കരുതി 6 അടിക്കുന്നു. അത് 6 തന്നെയാണ് പോയത്. പക്ഷെ എതിർ ടീമിലുള്ളവർ അത് 6 അല്ല 4 ആണെന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. ഇതിൽ നായകൻ രാഹുലിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താ പറ്റിക്കുകയാണോ എന്ന് ചോദിച്ച് ആ ഗ്രൂപ്പിലുള്ളവരുമായി അവൻ വഴക്കിടുന്നു. ഇപ്പോൾ 2 ഗ്രൂപ്പും പരസ്പരം മാറി മാറി വഴക്കിടുകയാണ്. ഇത് കാണുന്ന ഒരു പെൺകുട്ടി ഇവിടെ വഴക്ക് നടക്കുന്നുണ്ട്, വേഗം വാ എന്ന് പറഞ്ഞ് പോലീസിനെ ഇൻഫോം ചെയ്യുന്നു. ഇവിടെയുള്ള പോലീസുകാരും കേസ് ഫയൽ ചെയ്താൽ എന്താവുമെന്ന് അറിയാമോ എന്ന് ചോദിച്ച് കേസ് ഫയൽ ചെയ്യാൻ പോവാണെന്ന് പറയുന്നു. അപ്പോൾ ഈ പയ്യന്മാരുടെ അമ്മ, പ്രത്യേകിച്ച് നായകന്റെ അമ്മ ആ സ്ഥലത്തേക്ക് വരുന്നു. പയ്യന്മാർ സാധാരണയായി വഴക്കിടുന്നതാണ്. അവർക്കിടയിൽ തന്നെ സംസാരിച്ച് തീർക്കാമായിരുന്നല്ലോ, ആരാണ് സ്റ്റേഷനിലേക്ക് ആദ്യം വിളിച്ചത് എന്നൊക്കെ ചോദിച്ച് അവർ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. ഇൻസ്പെക്ടറോട് സംസാരിച്ച് മകനെയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. ഇൻസ്പെക്ടറും ഇനി മേലാൽ പയ്യൻ ഇങ്ങനെ ചെയ്യാതെ നോക്കണം എന്ന് താക്കീത് നൽകിയാണ് പറഞ്ഞയക്കുന്നത്. അവിടെ കട്ട് ചെയ്താൽ ഒരു ബസ് കാണിക്കുന്നു. ഈ ബസ്സിൽ ഗുരു എന്നൊരാൾ എല്ലാവർക്കും പേപ്പർ നൽകി കാശ് വാങ്ങുകയാണ്. ഞാൻ കഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞ് പേപ്പർ കൊടുത്ത് കാശ് വാങ്ങുകയാണ്. അതിൽ ചില പേപ്പറുകൾ താഴെ വീഴുന്നു. അതൊരു വ്യക്തി കണ്ട് ഞെട്ടുന്നു. എന്താ എന്റെ ഫോട്ടോ ഈ പേപ്പറിലുണ്ടല്ലോ എന്ന് അയാൾ ചിന്തിക്കുകയാണ്. അയാൾക്ക് വായിക്കാൻ അറിയില്ല. എടാ ഇതൊന്ന് വായിച്ചു പറയടാ എന്ന് പറഞ്ഞ അടുത്തുള്ള ഒരു പയ്യന് കൊടുക്കുന്നു. ആ പയ്യനും വായിക്കുന്നുണ്ട്. ഫോട്ടോയിലുള്ള വ്യക്തി ബസ്സിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നാണ് അതിലിട്ടിരിക്കുന്നത്. എന്ത്, ബസ്സിൽ വെച്ച് ഞാൻ കൊല്ലപ്പെട്ടെന്നോ? എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്ന് അയാൾ ചിന്തിക്കുമ്പോൾ ഇത്രയും നേരം ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് കത്തിയെടുത്ത് അയാളുടെ കഥ കഴിക്കുന്നു. ആ ഗുരു എന്ന വ്യക്തി മാത്രമല്ല, അയാളുടെ 2 മക്കളും കൂടെ അയാളെ കൊല്ലാനാണ് ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്. അവനൊരു റൗഡിയാണ്. അവനെ കൊല്ലാൻ ഇവർ 3 പേർക്കും കൊട്ടേഷൻ ലഭിച്ചിട്ടുണ്ട്. അവന്റെ ഗുണ്ടകളുമായി ഭയങ്കരമായ അടിപിടി ഉണ്ടാക്കി ആ റൗഡി അവർ കൊല്ലുന്നു. അപ്പോൾ അച്ഛനും 2 മക്കളും ഇവർ 3 പേരും ചേർന്ന് ക്രൈം ചെയ്യുകയാണ്. നായകൻ വഴക്കിടുന്നത് കണ്ട് പോലീസിനെ വിളിച്ച ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അത് നായകന്റെ അനിയത്തിയാണ്. അതുപോലെ പോലീസുകാരൻ താക്കീത് നൽകി പറഞ്ഞയച്ചല്ലോ, അത് നായകന്റെ അച്ഛനാണ്. ഇപ്പോഴാണ് ആ കാര്യം നമുക്ക് റിവീൽ ആവുന്നത്. എന്തൊക്കെയാണെങ്കിലും നീ എന്തിനാണ് മകനോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് അമ്മ ചോദിക്കുന്നു. അത് അവന്റെ നല്ലതിനാണ് എന്ന് അച്ഛൻ പറയുന്നു. നീ ഇങ്ങനെ വഴക്കിട്ട് നിന്റെ പേരിൽ എന്തെങ്കിലും FIR രജിസ്റ്റർ ചെയ്താൽ നിനക്ക് പോലീസ് ജോലി ലഭിക്കില്ല. ഇനി മേലാൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് അച്ഛൻ മകനെ ഉപദേശിക്കുകയാണ്. അച്ഛനെ സംബന്ധിച്ച് വളരെ സത്യസന്ധനായ വ്യക്തിയാണ്. മകനെയും ഒരു പോലീസുകാരനായി കാണണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ മകന് മറ്റു ചില സ്വപ്നങ്ങളുണ്ട്. മകന് സുഹൃത്തുമായി ചേർന്ന് ബിസിനസ് തുടങ്ങാനാണ് ആഗ്രഹം. ബിസിനസ് തുടങ്ങാൻ ഒരുപാട് പണം ആവശ്യമുണ്ട്. അതുകൊണ്ട് ബാങ്കിൽ ലോണിനായി അപ്രോച്ച് ചെയ്യാണ്. ആരെങ്കിലും ജാമ്യം നിന്നാൽ മാത്രമേ പണം ലഭിക്കൂ. അങ്ങനെ ഒപ്പിടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയേ, അവർക്ക് സ്ഥിരമായി വരുമാനം ലഭിക്കുന്നവരായിരിക്കണം എന്ന് ബാങ്ക് മാനേജർ പറയുന്നു. ഇവരും ശരിയെന്ന് സമ്മതിക്കുകയാണ്. ഇപ്പോൾ സുഹൃത്തും നായകനും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാണ്. ശരി, ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് നായകൻ ബൈക്ക് എടുത്ത് പോകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് രമ്യ എന്ന പെൺകുട്ടി ഓടിപ്പിടിച്ച് ഇതാണ് OTP എന്ന് പറഞ്ഞ് ഇവന്റെ ബൈക്കിൽ കയറിയിരിക്കുന്നത്. സത്യത്തിൽ ഇവൻ ബൈക്ക് ഓടിക്കുന്നവനാണെന്ന് കരുതിയിട്ടാണ് അവൾ കയറിയിരിക്കുന്നത്. ഇവനാണെങ്കിൽ അല്ല എന്ന് പറയുന്നുമില്ല. കാരണം ഈ രമ്യയെ കണ്ട ഉടനെ അവന് ചെറുതായി ഇഷ്ടപ്പെട്ടു. ശരി, ഇവര് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വിടാമെന്ന് അവൻ ചിന്തിക്കുകയാണ്. എന്റെ ഫോൺ ഇപ്പോൾ ഓഫാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ലൊക്കേഷൻ പറ എന്ന് പറഞ്ഞിട്ട് അവളോട് സംസാരിച്ച് അവൾ പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. അത് തൊട്ടടുത്ത ഏരിയയിലാണ്. ആ ഏരിയയിൽ കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ ആ ഡ്രൈവർ ഒന്നുമല്ല, വെറുതെ നിങ്ങളെ കൊണ്ടുപോയി വിട്ടതാണ് എന്നവൻ പറയുന്നത്. ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ഏരിയയിലെ പയ്യന്മാര് കാണുന്നുണ്ട്. നമ്മളെ തല്ലി രാഹുൽ ഉണ്ടല്ലോ, അവനിപ്പോൾ നമ്മുടെ ഏരിയയിലെ പെൺകുട്ടിയോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ ഫോണിലൂടെ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നു. എല്ലാവരും നായകനെ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ നായകൻ ബൈക്കിലൂടെ പതുക്കെ അവരെ കബളിപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇന്ന് നീ രക്ഷപ്പെട്ടു, പക്ഷെ തീർച്ചയായിട്ടും നീ പിടിയിലാവും എന്ന് എതിർ ഗ്രൂപ്പുള്ളവരും ദേഷ്യപ്പെടുന്നു. എല്ലാ കാലത്തും ഡ്രഗ് ഉണ്ടാവുമല്ലോ, ഓരോ കാലത്തും ഓരോ തരം ഡ്രഗ് ആയിരിക്കും എന്ന് വോയിസ് ഓവറിൽ ആരോ ഡ്രഗിനെ കുറിച്ച് പറയുന്നു. ഇപ്പൊ ഈ സിറ്റിയിൽ ധാരാളം ഡ്രഗ് വിതരണം ചെയ്യുന്നതിന് ബോബി എന്ന വ്യക്തിയാണ് കാരണം. ആ ബോബി എങ്ങനെയിരിക്കും എന്ന് ആർക്കും അറിയില്ല. കാരണം ആരെങ്കിലും കണ്ടാൽ അവരുടെ കഥ ബോബി കഴിക്കും. ബോബിയുടെ കീഴിൽ സുൽത്താൻ എന്നൊരാൾ ജോലി ചെയ്യുന്നുണ്ട്. ആ സുൽത്താനാണ് ബേബിക്കായി എല്ലായിടത്തും ഡ്രഗ് എത്തിക്കുന്നത്. പിന്നീട് കട്ട് ചെയ്താൽ ഈ 3 പേരെ കാണിക്കുന്നു. അച്ഛനെയും 2 മക്കളെയും കാണിക്കുകയാണ്. അവർ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നായകനും ഫിസിക്കലി ഫിറ്റ് ആകാൻ വേണ്ടി ഒരു ജിമ്മിൽ ചേരാൻ വരുന്നു. അവിടെ നോക്കുമ്പോൾ രമ്യയും ആ ജിമ്മിൽ തന്നെയാണുള്ളതെന്ന് അറിയുന്നു. അതായത് അന്ന് ബൈക്കിൽ കയറിയ പെൺകുട്ടി ഇവിടെ തന്നെയുണ്ടെന്ന് അറിയാണ്. ഇവൻ ഭയങ്കര സന്തോഷത്തിലാവാണ്. ഇപ്പോൾ കോളേജിൽ നടക്കുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്.
ഒരു പയ്യൻ ഒരു പെൺകുട്ടി പ്രണയം സ്വീകരിക്കാത്തതിന് അവളോട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. ദേഷ്യം വന്ന ഇവൻ അവിടെയുള്ള കത്തിയെടുത്ത് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോഴാണ് നായകന്റെ അച്ഛൻ അവളെ രക്ഷിക്കാൻ വരുന്നത്. വന്ന അയാൾ ഇവനെ പിടിച്ച് നന്നായി തല്ലുന്നുണ്ട്. എടാ, ഇങ്ങനെയാണോ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ഒടുവിൽ അവനെയും വലിച്ച് അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ ഒരു പ്രധാന കാര്യം സംസാരിക്കാൻ കമ്മീഷണർ നായകന്റെ അച്ഛനെ കാണാൻ വന്നിരിക്കുകയാണ്. സിറ്റിയിൽ അടുത്തടുത്തായി ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അതിനും ഈ ഗ്രൂപ്പിനും ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കാണിക്കുന്നു. അതായത് ഇവനെ കൊല്ലണം, ഇത്ര കാശ് തരാം എന്ന് പറഞ്ഞാൽ പണം വാങ്ങി ഒരു 3 പേർ ചേർന്ന് അവരെ കൊല്ലുകയാണെന്ന് മനസ്സിലാകുന്നു. ആ 3 പേർ ആരാണെന്ന് നീ കണ്ടുപിടിക്കണം, വേഗം തന്നെ ഇത് നിർത്തണം എന്ന് നായകന്റെ അച്ഛനോട് കമ്മീഷണർ പറയുന്നു. ശരി സാർ, ഞാൻ നോക്കിക്കോളാം എന്ന് നായകന്റെ അച്ഛനും പറയുന്നുണ്ട്. നമ്മുടെ നായകൻ ജിമ്മിൽ കുറച്ച് വൈകിയാണ് എത്തിയത്. നിനക്ക് ക്ലാസ്സിൽ കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ ലേഡി അവനെ പുറത്ത് നിർത്തുന്നു. മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവൻ പുറത്തു നിന്ന് രമ്യയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രമ്യ തെന്നി വീഴാൻ പോകുമ്പോൾ വേറൊരുത്തൻ പിടിക്കുന്നുണ്ട്. അവനോട് രമ്യ ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഇവന് ഭയങ്കര ദേഷ്യം വരുന്നു. ഇവൻ പുറത്തിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും രമ്യയും ആ പയ്യനും കൂടെ വരികയാണ്. ഇവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവൾ പരിചയപ്പെടുത്തുന്നു. ഒരുപക്ഷെ ഇവനെ പ്രണയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഇവനും ചിന്തിക്കുന്നുണ്ട്. അടുത്തതായി ഇവർ രണ്ടുപേരും ഒരു ഹോട്ടലിൽ വന്ന് സംസാരിക്കുകയാണ്. രമ്യ പാസ്പോർട്ടിനായി അപ്ലൈ ചെയ്തിരിക്കുകയാണ്. എന്റെ കൂടെ പാസ്പോർട്ട് വെരിഫിക്കേഷന് നീയും വരണം എന്നവൾ പറയുന്നു. ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേഷനിൽ വരുന്നു. അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന രഘു എന്നയാളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിക്കുന്നത് അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടുപേരോടും അകത്തേക്ക് വരാൻ പറഞ്ഞ് സംസാരിക്കുന്നു. പാസ്പോർട്ട് വെരിഫിക്കേഷനാണ് വന്നതെന്ന് രമ്യ പറയുന്നു. അവൾ പതുക്കെ കാശെടുത്ത് ടേബിളിൽ വെക്കുന്നു. സാധാരണയായി പോലീസുകാർ കാശ് വാങ്ങാറുണ്ടല്ലോ, അതിനാണ് അങ്ങനെ വെക്കുന്നത്. ഏയ് കുട്ടി, എല്ലാ പോലീസുകാരും അങ്ങനെയല്ല, ഇങ്ങനെ കാശൊന്നും നീട്ടരുത് എന്ന് അദ്ദേഹം പറയുന്നു. സോറി സാർ എന്ന് പറഞ്ഞ് കാശെടുത്ത് അവരവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. പോകുന്നതിന് മുമ്പ് ഇവനാണ് എൻ്റെ മകൻ, നിനക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം മകനെ പരിചയപ്പെടുത്തുന്നു. അതുപോലെ ആ പെൺകുട്ടി പോയതിനു ശേഷം എന്താടാ, ലവ് ആണോ എന്ന് മകനോട് ചോദിക്കുന്നുണ്ട്. പയ്യനാണെങ്കിൽ നാണിച്ച് അവിടെ നിന്ന് പോവാണ്. രമ്യയ്ക്ക് ഇവനോട് പ്രണയമൊന്നുമില്ല, പക്ഷെ ഇവനോട് വളരെ അടുപ്പത്തോടെയാണ് പെരുമാറുന്നത്. അതുപോലെ വിദേശത്തേക്ക് പോകാനും ശ്രമിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ അവളെ വീട്ടിൽ കൊണ്ടുപോയി വിടാമെന്ന് കരുതാണ്. നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയവർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നു. ഇത്തവണ നീ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് അടിക്കാൻ വരുന്നു. ഇവനും അവനെ തടഞ്ഞ് ഭയങ്കരമായി തല്ലുന്നുണ്ട്. ഒരു MLA സ്ഥാനാർത്ഥി പ്രചാരണം നടത്തുകയാണ്. അവിടേക്ക് ഗുരുവും 2 മക്കളും വരികയാണ്. ഈ MLA സ്ഥാനാർത്ഥിയെ തട്ടാനാണ് വന്നിരിക്കുന്നത്. പക്ഷെ സുരക്ഷ നൽകുന്ന പോലീസുകാരന് ഇവരുടെ പ്രവൃത്തികളിൽ സംശയം തോന്നുന്നു. ഒരുപക്ഷെ MLA സ്ഥാനാർത്ഥിയെ കൊല്ലാനാണോ ഇവർ വന്നതെന്ന് അയാൾ ചിന്തിക്കുകയാണ്. ഇവരെങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് അവർ പ്ലാൻ ചെയ്യുമ്പോൾ ഇദ്ദേഹം അവരെ പിടികൂടുന്നു. രാത്രി ഇവരെ 3 പേരെയും അയാൾ നന്നായി തല്ലുകയാണ്. MLA സ്ഥാനാർത്ഥിയെ കൊല്ലാനാണോ വന്നത് എന്ന് ചോദിക്കുന്നു. അവർ പുച്ഛത്തോടെ ചിരിക്കുകയാണ്. ചിരിച്ചവർ പെട്ടെന്ന് ആ പോലീസുകാരന്റെ കഥ കഴിക്കുന്നു. കൊട്ടേഷൻ അയാൾക്കല്ലടാ, നിനക്കാണെന്ന് അവർ പറയുന്നു. അപ്പോൾ ഈ പോലീസുകാരനെ കൊല്ലാനാണ് ഇവർക്ക് കൊട്ടേഷൻ ലഭിച്ചിരിക്കുന്നത്. നായകന്റെ അച്ഛന്റെ കീഴിൽ മീര എന്നൊരാൾ ജോലി ചെയ്യുന്നുണ്ട്. ഏകദേശം നായകന്റെ അതേ പ്രായമാണ് അവൾക്കും. വീട്ടിൽ വന്ന മീര നായകനുമായി തമാശയായി സംസാരിക്കുന്നു. അച്ഛൻ വന്നപ്പോൾ അച്ഛന് നൽകേണ്ട ഫയൽ അവൾ നൽകുന്നു. ഫയലിനകത്ത് ഒരു പെൻഡ്രൈവ് ഉണ്ടാവണം, അതെവിടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സാർ, വരുന്ന വഴിയിൽ മിസ്സായെന്ന് തോന്നുന്നു എന്ന് മീര പറയാണ്. അപ്പോൾ അച്ഛൻ ദേഷ്യത്തോടെ വഴക്ക് പറയുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്ന നായകൻ, നീ ഈ വഴിയിലൂടെയാണ് വന്നത്, ആ വളവിൽ കുണ്ടും കുഴിയും അല്ലായിരുന്നോ, അവിടെ വീഴാനാണ് സാധ്യത, കുഴപ്പമില്ല നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുന്നു. ഇപ്പോൾ ഇവനും മീരയും ചേർന്ന് ആ സ്ഥലത്ത് വന്ന് തിരയാണ്. തിരയുമ്പോൾ ആ പെൻഡ്രൈവ് കിട്ടുന്നുണ്ട്. എങ്ങനെ കൃത്യമായി ഊഹിച്ചു എന്ന് മീര ചോദിക്കുന്നുണ്ട്. കുറച്ചൊന്ന് ചിന്തിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം എന്നവൻ പറയുന്നു. ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ എന്നെ ഭയങ്കരമായി വഴക്ക് പറഞ്ഞേനെ, കണ്ടുപിടിച്ചു തന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് മീരയും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് സുൽത്താൻ എന്നൊരാളെ കാണിക്കുന്നു. ഇവനാണ് ബോബിക്ക് വേണ്ടി ഡ്രഗ് സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇവൻ ആ 3 പേരെയും കാണുന്നു. അതായത് കൊലപാതകം നടത്തുന്ന ആ 3 പേരെ. ഈ ഡ്രഗ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം, ഒരുപാട് പണം തരാം എന്നവൻ പറയുന്നു. ഒരുപാട് പണം കിട്ടുമല്ലോ, ഈ കാര്യം ചെയ്താൽ എന്താ എന്ന് അവർ 3 പേരും ചിന്തിക്കുകയാണ്. ഇപ്പോൾ സിറ്റിയിൽ ഡ്രഗിന്റെ ഉപയോഗം വളരെ കൂടുതലാണെന്നും അത് പുറത്തു നിന്ന് വരുന്നതാണെന്നും എങ്ങനെയെങ്കിലും അത് തടയണം, ഈ തവണ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലെന്നും കമ്മീഷണർ പറയുന്നുണ്ട്. ഓക്കെ സാർ, ഞങ്ങൾ നോക്കിക്കോളാം എന്നെല്ലാവരും സമ്മതിക്കുന്നു. നായകന്റെ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യുന്ന രഘുവിന് ഒരു അനിയനുണ്ട്. അയാൾ അനിയന് ബൈക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. നായകന് ഒരു പ്രധാനപ്പെട്ട എക്സാം ഉണ്ട്. അച്ഛൻ അവനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ നായകൻ എക്സാം പേരിന് മാത്രമേ എഴുതുന്നുള്ളൂ. ബിസിനസ് ചെയ്യാനാണല്ലോ അവന്റെ ആഗ്രഹം. മീരയോട് ജാമ്യം നിൽക്കാമോ എന്ന് ചോദിച്ച് ഒപ്പിട്ട് വാങ്ങുന്നു. മീര ഇപ്പോൾ നല്ല ജോലിയിലാണല്ലോ, അതുകൊണ്ട് അവൾ ഇവർക്കായി ജാമ്യം നിൽക്കാൻ ഒപ്പിടുന്നു. നായകന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതിനായി കുടുംബസമേതം പോവുകയാണ്. അവിടേക്ക് രമ്യയും അവൻ വിളിച്ചിട്ടുണ്ട്. എന്തിനാ അവളെ വിളിച്ചത് എന്ന് അനിയത്തി അവനെ കളിയാക്കുന്നു. വഴിയിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. എന്നാൽ നായകൻ വണ്ടിയിലിരുന്ന് രമ്യയുമായി റൊമാൻസ് ചെയ്യുകയാണ്. അപ്പോഴാണ് അനിയത്തി അവിടേക്ക് വരുന്നത്. എന്താ ഇവിടെ ചെയ്യുന്നത്, 2 പേരും ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്ത ഗുരു ഇപ്പോൾ ഒരു പള്ളിയിൽ പാപസമ്മതം നടത്താൻ വന്നിരിക്കുകയാണ്. എന്ത് പാപമാണ് ചെയ്തതെന്ന് അവിടുത്തെ അച്ഛൻ ചോദിക്കുന്നുണ്ട്.
ഇവൻ ചെറുപ്പം മുതൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആദ്യം ഇറച്ചി കട നടത്തിയിരുന്നു. എതിർവശത്ത് കട നടത്തുന്നവനുമായി വഴക്കുണ്ടാക്കി അവനെ കൊന്നു. അന്നു മുതൽ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. ഇതൊക്കെ തെറ്റാണ് മകനെ, ഇനി നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് അച്ഛൻ പറയുന്നു. ഇവൻ അത് കേൾക്കുന്ന മട്ടില്ല. പാപസമ്മതം നടത്തിയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ നായകൻ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിച്ച സുഹൃത്തിന്റെ കല്യാണമാണ് ഇന്ന്. രമ്യയ്ക്ക് സാരി ഉടുക്കാൻ അറിയില്ല. നായകനാണ് ഉടുപ്പിച്ചു കൊടുക്കുന്നത്. അതേസമയം ഗുരുവിന്റെ 2 മക്കൾ പുറത്ത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മദ്യം വേണം എന്നൊക്കെ ചോദിക്കുകയാണ്. പ്രശ്നം നടക്കുന്നുണ്ടെന്ന് നായകന് മനസ്സിലാവുന്നു. അവൻ ദേഷ്യത്തോടെ പുറത്തു വരികയാണ്. അടിക്കാൻ പോവാണെന്ന് കരുതിയെങ്കിലും നിനക്ക് മദ്യമല്ലേ വേണ്ടത്, എന്നാ പിടി എന്ന് പറഞ്ഞ് അവൻ മദ്യം കൊടുക്കുന്നു. അവരും സന്തോഷത്തോടെ നായകനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഡാൻസ് ചെയ്യാണ്. കല്യാണം നല്ല രീതിയിൽ കഴിഞ്ഞു. ഇനി ബസ്സിൽ മടങ്ങുക എന്ന് കരുതി അവർ തയ്യാറാവുന്നു. ഈ സുൽത്താൻ ആ 3 പേർക്കും കോൾ ചെയ്യാണ്. വഴിയിൽ നല്ല ചെക്കിംഗ് നടക്കുന്നുണ്ട്. ആ വഴി ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറയാണ്. അവരും പെട്ടെന്ന് വേറൊരു പ്ലാൻ ചിന്തിക്കുന്നു. നായകന്റെ ബസ് വരുമ്പോൾ മനഃപൂർവ്വം അതിന്റെ മീതെ പോയി ഇടിക്കുന്നു. നായകൻ അവരുമായി നേരത്തെ പരിചയമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, പക്ഷെ വണ്ടി കേടായി, വേറെ വണ്ടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അവർ പറയുന്നു. ഇവൻ ഉടനെ വണ്ടി റെഡിയാക്കുന്നു. അതായത് ഇവരുടെ ബസ്സിൽ തന്നെ വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകാൻ ഏർപ്പാടാക്കുന്നു. അപ്പോൾ ചെക്കിങ്ങിലുള്ളവർ ഇവരെയും ചെക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ നായകൻ പോലീസുകാരന്റെ മകനായതുകൊണ്ട് ബസ്സും പിന്നിൽ വരുന്ന വണ്ടിയും ചെക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അവരെ കടത്തിവിടുന്നു. അങ്ങനെ ഇവർ 3 പേരും പ്ലാൻ ചെയ്ത് നായകൻ വഴി സുരക്ഷിതമായി ഡ്രഗ് കടത്തി എന്ന് കാണിക്കുന്നു. ഇനി എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണം എന്ന് അവർ ചിന്തിക്കുന്നു. മറുവശത്ത് നായകന്റെ അച്ഛൻ ഒരു പാർട്ടിക്ക് വന്നിരിക്കുകയാണ്. ഒരാൾ റിട്ടയർ ആവുകയാണ്. അതിനാണ് പാർട്ടി. എല്ലാവരും കൈക്കൂലി വാങ്ങി പണം സമ്പാദിച്ചവരാണ്. നിങ്ങൾ മാത്രമാണ് സർ ജീവിക്കാൻ അറിയാത്തവൻ എന്ന് പറഞ്ഞ് എല്ലാവരും നായകന്റെ അച്ഛനെ കളിയാക്കുന്നു. അദ്ദേഹം മദ്യപിക്കാറില്ല. നിങ്ങൾ മദ്യപിച്ചാൽ ഞാൻ 10,000 തരാമെന്ന് ഒരാൾ പറയുന്നുണ്ട്. മറ്റൊരാൾ 50,000 തരാമെന്നും വേറൊരാൾ 1,00,000 രൂപ തരാമെന്നും പറയുന്നു. ഇതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം അവിടെ നിന്ന് പോവാണ്. തികച്ചും ജീവിക്കാൻ അറിയാത്തവൻ എന്ന് എല്ലാവരും പറയുന്നു. നമ്മുടെ നായകൻ രമ്യയോടൊപ്പം ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. രമ്യയ്ക്ക് വിദേശത്തേക്ക് പോവാൻ എല്ലാം ശരിയായി, ഉടനെ പോവും എന്ന് പറയുന്നു. എന്നെ വിട്ട് പോവാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നിന്റെ കൂടെ എപ്പോഴും നിൽക്കാൻ പറ്റുമോ? നീ എനിക്ക് നല്ലൊരു സുഹൃത്താണ് എന്ന് അവൾ പറയുന്നു. സുഹൃത്തോ? നമ്മൾ പരസ്പരം പ്രണയിക്കുകയാണെന്നല്ലേ ഞാൻ കരുതിയത് എന്ന് അവൻ ചോദിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല എന്ന് അവൾ പറയാണ്. ഇപ്പോൾ നായകന്റെ അച്ഛനും കൂടെയുള്ളവരും വാഹന പരിശോധന നടത്തുകയാണ്. ആ വഴിയിലൂടെയാണ് ഇവർ 3 പേരും വരുന്നത്. ഇവരുടെ വണ്ടി ഒരു പോലീസുകാരൻ ചെക്ക് ചെയ്യുന്നു. ഒന്നുമില്ലെന്ന് പറഞ്ഞ് വിടാൻ ഒരുങ്ങാണ്. എന്നാൽ അച്ഛന് സംശയം തോന്നി അദ്ദേഹം തന്നെ വന്ന് ചെക്ക് ചെയ്യാണ്. പേപ്പർ പോലെയാണ് ഡ്രഗ് വെച്ചിരിക്കുന്നത്. ഈ പേപ്പർ വ്യത്യസ്തമായിരിക്കുന്നല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അവരും ഇത് കണ്ട് അച്ഛനെയും ടീമിനെയും ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അച്ഛൻ തിരിച്ചും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവർ 3 പേരും തന്ത്രപരമായി രക്ഷപ്പെടുന്നു. അവർ കൊണ്ടുപോയതിൽ ഒരു പെട്ടി മാത്രം ഇവർക്ക് കിട്ടുന്നുണ്ട്. ആ പെട്ടിയിലെ പേപ്പർ ചെക്ക് ചെയ്തപ്പോഴാണ് അത് അപകടകരമായ ഡ്രഗ്സ് ആണെന്ന് മനസ്സിലാവുന്നത്. അവരുടെ വണ്ടിയെക്കുറിച്ച് വിവരം കിട്ടിയല്ലോ, എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം എന്ന് അച്ഛൻ എല്ലായിടത്തും വിവരം കൈമാറുന്നു. ഇതറിഞ്ഞ അവർ അവരുടെ ഐഡന്റിറ്റി തന്നെ മാറ്റുകയും കുറച്ചുനാൾ ഒളിവിൽ കഴിയാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. നായകന്റെ അച്ഛൻ വീട്ടിലിരിക്കുമ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ പാസ്സായ വിവരം പറയാൻ ആളുകൾ വരാണ്. എൻ്റെ മകൻ അപ്ലൈ ചെയ്തോ എന്ന് അദ്ദേഹം ഞെട്ടുകയാണ്. മകൻ വന്നപ്പോൾ എന്തിനാണ് അപ്ലൈ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അച്ഛാ, എനിക്ക് പോലീസ് ആകാൻ ആഗ്രഹമില്ല, ഞാൻ ബിസിനസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നവൻ പറയുന്നു. എന്താണ് നീ ഇങ്ങനെ പറയുന്നത്? നിന്നെ പോലീസാക്കാൻ ഞാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് എൻ്റെ സ്വപ്നം തകർക്കരുത് എന്ന് പറഞ്ഞ് മകനോട് ദേഷ്യപ്പെടുന്നു. ആ 3 പേരെ കുറിച്ച് അച്ഛന് വിവരം ലഭിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ ഡ്രഗ്സ് പിടിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ ടീമിനെയും കൂട്ടി പോകുന്നു. ആ 3 പേരും പിടിക്കപ്പെടാതെ തങ്ങളുടെ കാര്യം സാധിക്കണം എന്ന് കരുതുകയാണ്. അപ്പോഴാണ് നായകന്റെ സുഹൃത്ത് വിളിച്ചിട്ട് നിന്റെ കാമുകി വേറൊരുത്തന്റെ കൂടെ ക്ലോസ് ആയി ഡാൻസ് ചെയ്യാണെന്ന് പറയുന്നത്. ഉടനെ നായകൻ ബാറിലേക്ക് പോകുന്നു. അവൾ സുഹൃത്തിന്റെ കൂടെ മദ്യപിക്കുകയാണ്. സുഹൃത്താണെന്ന് പറഞ്ഞവന്റെ കൂടെയാണ് അവൾക്ക് അടുപ്പമെന്ന് നായകന് മനസ്സിലാവുന്നു. എന്നെ ചതിച്ചല്ലേ എന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെടുകയാണ്. ആ സുഹൃത്ത് ചോദ്യം ചെയ്യാൻ വരുമ്പോൾ അവൻ അടിക്കുന്നുണ്ട്. 2 പേരും തമ്മിൽ നല്ല അടിയാവുന്നു. ഈ അടിയിൽ നായകന്റെ തലയ്ക്ക് പരിക്കേൽക്കുന്നു. തലയിൽ നിന്ന് രക്തം വരുന്നുണ്ട്. ആ സമയത്താണ് നായകന്റെ അച്ഛൻ ഡ്രഗ് റെയ്ഡിനായി അവിടെ വരുന്നത്. അപ്പോൾ മകന് പരിക്കേറ്റത് അദ്ദേഹം കാണുന്നുണ്ട്. ആ 3 പേർ അവിടെ ഒളിച്ചിരിപ്പുണ്ടെന്നും അറിയുന്നു. അവരെ പിടിക്കാൻ അച്ഛൻ പിന്തുടരുന്നു. മകനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. ആ 3 പേരിൽ മൂത്ത സഹോദരൻ മാത്രം പിടിയിലായി എന്ന് കാണിക്കുന്നു. അച്ഛൻ വന്ന് എന്തായിരിക്കും പറയുക എന്ന് കരുതി നായകൻ വീട്ടിൽ കിടക്കുകയാണ്. അപ്പോഴാണ് അവനൊരു ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത്. നായകൻ പേടിച്ച് അവിടേക്ക് പോവാണ്. ഡ്രഗ് കടത്തിയവരുമായി അച്ഛന് ഒരു ഷൂട്ട് ഔട്ട് നടന്നു. അതിൽ അച്ഛൻ്റെ കൂടെയുള്ള രഘു എന്ന ഓഫീസർ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ അനിയനും ഉണ്ടായിരുന്നു, അവനും മരിച്ചു. അച്ഛനും വെടിയേറ്റ് ക്രിട്ടിക്കൽ അവസ്ഥയിലാണ്. അച്ഛനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ നേരത്തെ പിടിയിലായ ഗുരുവിൻ്റെ മൂത്ത മകനും അവിടെ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ എഴുന്നേറ്റാൽ മാത്രമേ എന്താണ് നടന്നതെന്ന് വ്യക്തമാവൂ. മനസ്സിലായ വിവരങ്ങൾ കമ്മീഷണർ മീഡിയയോട് പറയുന്നുണ്ട്. പിടിക്കപ്പെട്ടവനെ വെച്ച് ബാക്കി 2 പേരെയും പിടിക്കാമെന്ന് കരുതി. പക്ഷേ അപ്രതീക്ഷിതമായി രഘുവും അദ്ദേഹത്തിൻ്റെ അനിയനും മരിച്ചു. അന്വേഷണം നടക്കുന്നുണ്ട്. ഉടൻ തന്നെ ഇതിന് പിന്നിലുള്ളവരെ പിടികൂടും എന്ന് കമ്മീഷണർ പറയാണ്. രഘുവിൻ്റെ കുടുംബവും ഭയങ്കര സങ്കടത്തിലാണ്.
ഗുരുവിന്റെ മൂത്ത മകന്റെ ബോഡി പോലീസുകാർ കത്തിച്ചിട്ട് പോകുന്നുണ്ട്. നായകൻ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയും കുട്ടികളെ കൊഞ്ചിക്കുന്നത് കണ്ട് സങ്കടപ്പെടുന്നു. കാരണം ഇന്ന് അച്ഛനോട് അവൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചിരുന്നു. നിങ്ങളെപ്പോലെ എനിക്ക് ആകാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. അത് എത്രത്തോളം തെറ്റാണെന്ന് അവനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ മീരയാണ് അവനെ ആശ്വസിപ്പിക്കുന്നത്. മീര, നീ എന്നെ സഹായിക്കണം, ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം എന്നവൻ പറയുന്നു. സഹായിക്കാം എന്ന് മീരയും സമ്മതിക്കുന്നു. മീരയ്ക്ക് അവനോട് ചെറിയ ഇഷ്ടമുള്ളത് കൊണ്ടാണ് സമ്മതിക്കുന്നത്. പോലീസുകാരൻ ഗുരുവിന്റെ മകനെ കത്തിച്ചിട്ട് പോയ സ്ഥലത്തേക്ക് ഗുരുവും ഇളയ മകനും വന്ന് സങ്കടപ്പെടുകയാണ്. അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയില്ല. പോലീസുകാരെന്തോ ചെയ്തു, വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെടുന്നു. ആദ്യം പോയി ആ സ്റ്റേഷനിലുള്ള എല്ലാവരെയും കൊല്ലണം എന്നവർ കരുതാണ്. സ്റ്റേഷന് പുറത്ത് നിന്ന് ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഒരാൾ കത്തി കൊണ്ട് അകത്തേക്ക് വരുന്നു. ഇവർ രണ്ടുപേരുമാണ് വന്നിരിക്കുന്നത്. വന്ന ഉടനെ അവർ സ്റ്റേഷനിലുള്ള എല്ലാവരെയും കൊന്നൊടുക്കുന്നു. CCTV ദൃശ്യങ്ങൾ നായകനും മീരയും കാണുന്നു. ഇവർ രണ്ടുപേരുമാണോ ഇതിന് പിന്നിൽ എന്നവർ ഞെട്ടുകയാണ്. കാരണം അവൻ തന്നെയാണല്ലോ അവർക്ക് മുൻപേ സഹായങ്ങൾ ചെയ്തത് എന്നവൻ ഓർക്കുകയാണ്. ഇവർക്ക് നായകന്റെ അച്ഛനോടും ദേഷ്യമുണ്ടല്ലോ. ഇപ്പോൾ കുറെ ആളുകൾ നായകന്റെ അച്ഛനെ കൊല്ലാൻ വരികയാണ്. അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതി അവൻ ഒരു ആംബുലൻസ് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവരത് കണ്ട് അവനെ പിന്തുടർന്ന് വന്ന് ആക്രമിക്കുന്നു. അച്ഛനൊന്നും സംഭവിക്കരുത് എന്ന് കരുതി അവനും അവരുമായി ഫൈറ്റ് ചെയ്യുന്നു. തന്നെ പിന്തുടർന്ന് വന്ന എല്ലാവരെയും അവൻ ഇടിച്ചിടുന്നു. എന്നിട്ട് അച്ഛനെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഗുരുവിനെ സംബന്ധിച്ച് തന്റെ മകനെ കൊന്നത് ആ ഓഫീസറാണ്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് ചിന്തിക്കുകയാണ്. കമ്മീഷണർ ബാക്കി രണ്ടുപേരെയും പിടിക്കാനും ഡ്രഗ് മാഫിയയ്ക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനും നിർദ്ദേശം നൽകുന്നു. മറ്റു പോലീസുകാരും അത് ശരിവെക്കുകയാണ്. ധാരാളം പോലീസുകാർ മരിച്ചതുകൊണ്ട് അവർ കേസ് സീരിയസ് ആയി അന്വേഷിക്കുകയാണ്. ഇപ്പോൾ നായകൻ തനിക്ക് അറിയാവുന്ന ഒരാളുടെ വീട്ടിലാണ് അച്ഛനെ ഒളിപ്പിച്ചിരിക്കുന്നത്. അവൻ ഇടയ്ക്കിടെ വന്ന് അച്ഛനെ നോക്കുന്നുണ്ട്. അന്ന് രാത്രി എന്താണ് നടന്നതെന്ന് മീരയ്ക്കും കൃത്യമായി അറിയില്ല. അന്ന് സ്റ്റേഷനിലുണ്ടായിരുന്ന രണ്ടുപേരെ വിളിച്ചു വരുത്തി അവൻ അന്വേഷിക്കുന്നു. പിടിയിലാവനെ ചോദ്യം ചെയ്തെങ്കിലും അവൻ ബാക്കി രണ്ടുപേരെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് അവർ പറയുന്നു. നായകന്റെ അച്ഛൻ ഒരു ആവശ്യത്തിനായി പുറത്തുപോയി. കുറച്ചു കഴിഞ്ഞ് രഘുവിനെ വിളിച്ച് പ്രതിയെയും കൂട്ടി ഈ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. എങ്ങോട്ടാണ് വിളിച്ചതെന്ന് അറിയില്ല. അതിനുശേഷമാണ് ഈ ഷൂട്ടൗട്ട് നടന്നത് എന്ന് അവർ പറയുന്നു. അച്ഛനാണ് ആദ്യം പോയത്, അതിനുശേഷമാണ് രഘു അങ്കിൾ പോയത്. രഘു അങ്കിളിന്റെ അനിയൻ എങ്ങനെ അവിടെ വന്നു എന്ന് കണ്ടുപിടിക്കണം എന്ന് അവൻ ചിന്തിക്കുന്നു. അവൻ രഘുവിന്റെ കുടുംബത്തോട് സംസാരിക്കാൻ വരികയാണ്. അവർ ഭയങ്കര സങ്കടത്തിലാണ്. അനിയൻ എങ്ങനെ അവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, ഇരുവരും എങ്ങനെ അവിടെ വെച്ച് മരിച്ചു എന്നറിയില്ലെന്നും അവർ പറയുന്നു. വിഷമിക്കേണ്ട, ഞാൻ കണ്ടുപിടിക്കാം എന്നവൻ വാക്ക് നൽകുകയാണ്. ഈ ഡ്രഗ് മാഫിയയ്ക്ക് പിന്നിൽ ബോബി എന്നൊരുത്തനാണെന്നും അവനെ ആരും കണ്ടിട്ടില്ലെന്നും പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ അവന്റെ മുഖം റിവീൽ ചെയ്യുന്നു. അവനും സുൽത്താന്റെ മേൽ ദേഷ്യപ്പെടുകയാണ്. കാരണം സുൽത്താനാണ് ആ 3 പേർക്ക് ഡ്രഗ് കൈമാറാൻ കൊടുത്തത്. ഇപ്പോൾ ഡ്രഗ് എവിടെ പോയി എന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെടുകയാണ്. ഈ ബോബി ആരാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ കമ്മീഷണറുടെ മകൻ തന്നെയാണ് ബോബി. മകൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് അച്ഛൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊക്കെ നിർത്ത് എന്ന് അച്ഛൻ പറയുന്നു. ഇതൊന്നും നിർത്താൻ പറ്റില്ല, ഞാനിതൊക്കെ ചെയ്യുക തന്നെ ചെയ്യും. ഒരു മകനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളും ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അവൻ സ്വന്തം അച്ഛനെ തന്നെ ഭീഷണിപ്പെടുത്തുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നായകന്റെ അച്ഛന് പെട്ടെന്ന് ശ്വാസം മുട്ടൽ വരികയാണ്. ഉടനെ ഡോക്ടറെ വിളിക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, അദ്ദേഹം ഉടനെ ഉണരും, നല്ല ലക്ഷണമാണ് എന്ന് ഡോക്ടർ പറയുന്നു. അപ്പോഴാണ് അമ്മയ്ക്കും അനിയത്തിക്കും ആശ്വാസമാവുന്നത്. ഇപ്പൊ സുൽത്താനും ഗുരുവിനോട് ഡ്രഗ് എവിടെ എന്ന് ചോദിക്കുന്നു. പോലീസുകാരനാണ് ഡ്രഗ് എടുത്തത്, ഞങ്ങൾ അത് തിരികെ വാങ്ങിത്തരാം. അതുപോലെ ഞങ്ങളുടെ ചേട്ടനെ കൊന്നതിന് ആ പോലീസുകാരോട് പകരം ചോദിക്കണമെന്നും അവൻ പറയുന്നു. ഇങ്ങനെ സംസാരിക്കുമ്പോൾ അനിയൻ സുൽത്താന്റെ കോളറിൽ പിടിക്കുന്നു. ഇതിൽ ദേഷ്യം വന്ന സുൽത്താൻ ഇവരെ വെറുതെ വിടാൻ പാടില്ല എന്ന് ചിന്തിച്ച് ഇവരെ കൊല്ലാൻ വേറെ ചിലർക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു. ഗുരുവും മകനും ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പോൾ സുൽത്താന്റെ ആളുകൾ അവരെ കൊല്ലാൻ വരികയാണ്. അച്ഛനും മകനും അവരെ തടഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. ഇതിൽ അച്ഛന് ഗുരുതരമായി പരിക്കേൽക്കുന്നു. എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നീ തന്നെ എന്നെ കൊല്ല് എന്ന് അച്ഛൻ പറയാണ്. സങ്കടത്തോടെ മകൻ അച്ഛനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. കൊല്ലാൻ വന്ന എല്ലാവരെയും കൊന്നിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ ഗുരുവിന്റെ മകൻ ബോബിയെ കാണാൻ വന്നിരിക്കുകയാണ്. സുൽത്താൻ എവിടെ എന്ന് ബോബി ചോദിക്കുന്നു. അവനെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞ അവന്റെ തലച്ചോർ അവൻ ടേബിളിൽ വെക്കുകയാണ്. അതായത് സുൽത്താനെ കൊന്നിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. നിന്റെ അച്ഛന്റെയും ചേട്ടന്റെയും മരണത്തിന് പകരം ചോദിക്കണം അല്ലേ? അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വേണ്ടത് ആ ഡ്രഗാണ്. കോടിക്കണക്കിന് രൂപ വില വരുന്ന ആ ഡ്രഗ് എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ പണം തരാം എന്ന് അയാൾ പറയുന്നു. ശരി, ഞാൻ എങ്ങനെയെങ്കിലും ആ ഡ്രഗ് അടങ്ങിയ വണ്ടി കൊണ്ടുവരാം, അതുപോലെ ആ പോലീസുകാരന്റെ കഥയും കഴിക്കാം എന്നവൻ പ്രതിജ്ഞ എടുക്കുന്നു. നായകന്റെ അച്ഛൻ ഒരു ബോക്സ് ഡ്രഗ് മാത്രം കണ്ടെടുത്തതായി കാണിച്ചിരുന്നല്ലോ, അതെടുക്കണം എന്ന് നായകൻ ചിന്തിക്കുന്നു. മീരയുടെ സഹായത്തോടെ ആ ബോക്സ് അവൻ എടുക്കുന്നു. ഈ ഡ്രഗ് നമുക്ക് വിൽക്കാൻ ശ്രമിക്കാം. അങ്ങനെ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കയ്യിലാണ് ബാക്കി ഡ്രഗുകൾ എന്ന് കരുതി നമ്മൾ ആരാണെന്ന് അവരന്വേഷിക്കും. അതുവഴി നമുക്ക് അവരെ കണ്ടുപിടിക്കാം എന്നവൻ പറയുന്നു. മീര അവൾക്ക് അറിയാവുന്ന ഒരാളുടെ അടുത്തേക്ക് അവനെ കൊണ്ടുപോകുന്നു. അവൻ ചെറിയ തോതിൽ ഡ്രഗ് വിൽക്കുന്നവനാണ്. അവനോട് ഈ ഡ്രഗ് വിൽക്കാൻ വലിയ ആളുകളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. അവൻ ചിലരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവന്മാരൊക്കെ ചെറിയ ഡീലർമാരാണ്. ഇവരെ പോലെ ചെറിയ ആളുകളുടെ അടുത്തല്ല, വലിയ ഡീലർമാരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അവർ പറയുന്നു. മറുവശത്ത് ഗുരുവിന്റെ മകൻ ആ ഡ്രഗ് എവിടെ പോയി എന്ന് അന്വേഷിക്കുകയാണ്. അതുപോലെ നായകന്റെ അച്ഛനെയും കണ്ടുപിടിക്കാൻ ആളുകളോട് പറയുന്നു. അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൻ ഭയങ്കര ദേഷ്യത്തിലാണ്. നായകനെയും മീരയും സഹായിക്കുന്ന വ്യക്തി അവരോട് ഒരിടത്ത് കാത്തു നിൽക്കാൻ പറയുന്നു. ആ സ്ഥലത്തേക്ക് മീര വളരെ വൈകിയാണ് വരുന്നത്. നിനക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, ഇത്രയും വൈകിയാണോ വരുന്നത് എന്ന് നായകൻ ദേഷ്യപ്പെടുന്നു.
ഞാൻ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ നോക്കണം, നിനക്ക് വേണ്ടിയും ജോലി ചെയ്യണം, എന്നിട്ടും നീ എന്നെയാണല്ലോ കുറ്റപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് മീര സങ്കടപ്പെടുകയും പിണങ്ങുകയും ചെയ്യുന്നു. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടത് തെറ്റായെന്ന് അവന് മനസ്സിലാവുന്നു. പക്ഷെ അവൾ പിണങ്ങി അവനോട് സംസാരിക്കുന്നേ ഇല്ല. ആ വ്യക്തി അവരെ വലിയൊരാളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അയാൾ ആ ഡ്രഗ് കണ്ട് ഇത് ആരുടേതാണെന്ന് മനസ്സിലാക്കുന്നു. ഇത് ബോബിയുടെ സാധനമാണല്ലോ. ബോബിയെ കുറിച്ച് നന്നായി അറിയാവുന്നത് ചന്ദ്രയ്ക്കാണ്. നിങ്ങൾ ചന്ദ്രയെ പോയി കാണുക എന്നവൻ പറയുന്നു. പിറ്റേ ദിവസം അവർ ചന്ദ്രയെ കാണാൻ പോകുന്നു. ചന്ദ്ര ഡ്രഗ് ചെക്ക് ചെയ്യുമ്പോൾ അത് ബോബിയുടേതാണെന്ന് മനസ്സിലാവുന്നു. തന്റെ സാധനം ആരെങ്കിലും കൊണ്ടുവന്നാൽ ഉടൻ അറിയിക്കാൻ ബോബി നേരത്തെ പറഞ്ഞിരുന്നു. അതിനാൽ അവർ ബോബിയെ വിളിക്കുകയാണ്. എന്നാൽ ബോബി അപ്പോൾ മയക്കത്തിലായിരുന്നതുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല. ശരി, നിങ്ങൾ സംസാരിച്ചിട്ട് വിളിക്ക് എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് വേഗം പോകുന്നു. കുറച്ചു കഴിഞ്ഞ് ബോബി ഫോൺ എടുക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് വന്ന് ഡ്രഗ് വിൽക്കാൻ ശ്രമിച്ചെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ആ ഗ്രൂപ്പിനെയാണ് ഞാനും തിരയുന്നത് എന്ന് അവൻ ദേഷ്യത്തോടെ പറയുന്നു. ആ കോമഡി ക്യാരക്ടറിനെ അവർ പിടികൂടി. നായകനും മീരയും എവിടെയാണെന്ന് അവനെ ചോദ്യം ചെയ്യുന്നു. ഇതുകൂടാതെ ബോബി ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറെ പിടികൂടി ഇൻസ്പെക്ടർ അവസാനമായി എവിടെ നിന്നാണ് സംസാരിച്ചതെന്നും വണ്ടി എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും ചോദിക്കുന്നു. നായകന്റെ അച്ഛൻ അന്ന് ഡ്രഗ് പിടിച്ചപ്പോൾ സ്റ്റേഷനിൽ വെച്ചാൽ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതി രഹസ്യമായി ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചതാണ്. അവസാനമായി ഈ ഒരു സ്ഥലത്ത് നിന്നാണ് വിളിച്ചതെന്ന് അവൻ പറയുന്നു. അവിടെ നിന്ന് അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകാൻ സാധ്യത എന്ന് മനസ്സിലാക്കി അവിടെ അന്വേഷിക്കാൻ ബോബി ഗുരുവിന്റെ മകനോട് പറയുന്നു. അച്ഛൻ അവസാനമായി ഒരു വാനാണ് ഫോട്ടോ എടുത്തതെന്നും അതിനകത്താണ് ഡ്രഗ് ഉള്ളതെന്നും നായകന് മനസ്സിലാവുന്നു. ആ ഫോട്ടോ എടുത്ത സ്ഥലത്തേക്ക് അവൻ പോവാണ്. ഗുരുവിന്റെ മകൻ എത്തുന്നതിന് മുൻപേ നായകൻ ആ സ്ഥലത്തെത്തി വാൻ കണ്ടുപിടിക്കുന്നു. വാൻ എടുത്തു കൊണ്ടുപോകുമ്പോൾ ഗുരുവിന്റെ മകൻ അത് കാണുകയും അവനെ തടയാൻ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ അവനെ വെട്ടിച്ച് നായകൻ രക്ഷപ്പെടുന്നു. തന്നെ വിട്ട് നായകൻ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി അവൻ ദേഷ്യപ്പെടുകയാണ്. പിടിയിലായ ആ കൊമേഡിയനെ വിട്ടയച്ച് അവനെ ഫോളോ ചെയ്താൽ നായകനെ കണ്ടുപിടിക്കാം എന്ന് അവർ പ്ലാൻ ചെയ്യുന്നു. ആ കൊമേഡിയൻ നടന്ന കാര്യങ്ങളൊക്കെ മീരയോട് പറഞ്ഞ് സങ്കടപ്പെടുന്നു. സാരമില്ല എന്ന് മീര അവനെ ആശ്വസിപ്പിക്കുന്നു. അപ്പോഴാണ് നായകൻ മീരയെ വിളിച്ച് ഉടനെ അവിടേക്ക് വരാൻ പറയുന്നത്. മീര അവിടേക്ക് പോകുമ്പോൾ അവളെ ഫോളോ ചെയ്ത് അവരും പോകുന്നു. മീര വഴി ഗുരുവിന്റെ മകൻ അവിടെ എത്തുകയാണ്. അവൻ മീരയെ ആക്രമിക്കുന്നു. ഗുരുവിന്റെ മകൻ വന്നതറിഞ്ഞ് നായകൻ അവനുമായി വഴക്കിടുന്നു. കുറച്ചു കഴിയുമ്പോഴേക്കും ബോബിയും ആളുകളും അവിടേക്ക് വരികയാണ്. ബോബി അവരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ നായകൻ ബോബിയോടും ഗുരുവിന്റെ മകനോടും ശക്തമായി പോരാടുകയാണ്. ആ വഴക്കിൽ നായകൻ രണ്ടുപേരെയും നന്നായി തല്ലുന്നു. എന്റെ അച്ഛനെ ഇങ്ങനെ ആക്കിയ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ അവരെ തല്ലുകയാണ്. അടിയേറ്റുകൊണ്ടിരിക്കുന്ന ബോബി പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ അത്ര നല്ലവനാണെന്നാണോ നീ കരുതുന്നത്? നിന്റെ അച്ഛൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിനക്കറിയാമോ? എന്ത്, എന്റെ അച്ഛൻ തെറ്റിയതെന്നോ? അവൻ ഞെട്ടിപ്പോവാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം റിവീൽ ചെയ്യുന്നത്. മകൻ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് കമ്മീഷണർക്ക് അറിയില്ലായിരുന്നു. മകന്റെ യഥാർത്ഥ പേര് കാർത്തിക് എന്നാണ്. ബോബി എന്നത് മറ്റൊരു പേരാണ്. കമ്മീഷണർ മകനുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദ്യലഹരിയിലായിരുന്ന അവൻ ഒരാളെ വണ്ടി ഇടിച്ചു കൊല്ലുന്നു. ആച്ചാ, ഞാനൊരു ആക്സിഡന്റ് ചെയ്തു, ഇനി എന്ത് ചെയ്യും എന്ന് മകൻ ചോദിക്കുന്നുണ്ട്. വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് കമ്മീഷണർ പറയുന്നു. ആ സമയത്താണ് നായകന്റെ അച്ഛൻ ഡ്രഗ് വണ്ടി പിടിച്ചെടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നത്. അപ്പോൾ കമ്മീഷണർ വിളിച്ചിട്ട് എന്റെ മകൻ ഒരു ആക്സിഡന്റ് ചെയ്തു, നീ സഹായിക്കണം, ഇതിനു പകരം നിനക്ക് പണം തരാം എന്ന് പറയുന്നു. ജീവിക്കാൻ അറിയാത്തവൻ എന്നെല്ലാവരും കളിയാക്കിയതുകൊണ്ട് ഈ തെറ്റ് ചെയ്താൽ എന്താ എന്ന് അദ്ദേഹം ചിന്തിച്ചു. സ്റ്റേഷനിൽ പിടിയിലായ ഗുരുവിന്റെ മൂത്ത മകനെ കൊണ്ടുവരാൻ രഘുവിനോട് പറഞ്ഞിരുന്നു. രഘു അവനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇവരോട് അദ്ദേഹം പ്ലാൻ ചെയ്യാണ്. ഇവർ ഡ്രഗ് കടത്തിക്കൊണ്ടുപോയെന്നും തടയാൻ ശ്രമിച്ചപ്പോൾ ഷൂട്ട് ചെയ്തെന്നും വരുത്തി തീർക്കാം എന്ന് പറയുന്നു. ഇതെല്ലാം തെറ്റാണ് സാർ എന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ രഘു അത് സമ്മതിക്കുകയാണ്. തന്നെ കൊല്ലാൻ പോവാണെന്ന് മനസ്സിലാക്കിയ ഗുരുവിന്റെ മൂത്ത മകൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ആക്സിഡന്റിൽ മരിച്ചവന്റെ ബോഡിയും ഷൂട്ട് ചെയ്തതുപോലെ മാറ്റണമെന്ന് കരുതി ബോഡി എടുത്തപ്പോൾ രഘു ഞെട്ടുകയാണ്. കാരണം അത് തന്റെ അനിയന്റെ ബോഡിയായിരുന്നു. എന്റെ അനിയനെ കൊന്നു കളഞ്ഞല്ലേ, ഞാനിത് പുറത്തു പറയും എന്ന് രഘു പറയുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം രഘുവിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. സാർ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെയ്തത്, എന്നെ പരിഗണിക്കണമെന്ന് പറഞ്ഞ് കമ്മീഷണറുമായി അദ്ദേഹം വിലപേശുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്ന ബോബി, അതായത് കാർത്തിക്, വന്ന് ഈ ഡ്രഗ് ഒക്കെ എന്റേതാണ്, എനിക്കത് വേണം എന്ന് പറയുന്നു. എന്ത്, ഈ ഡ്രഗ് നിന്റേതാണോ എന്ന് അദ്ദേഹം ഞെട്ടിപ്പോവാണ്. ഡ്രഗ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തമ്മിൽ പിടിവലിയാവുന്നു. അങ്ങനെ തള്ളി വീണപ്പോഴാണ് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. അച്ഛൻ സത്യസന്ധനാണെന്ന് കരുതിയ നായകൻ ഇതെല്ലാം അറിഞ്ഞ് തകർന്നു പോവാണ്. അച്ഛനിപ്പോ ബോധം തെളിഞ്ഞു. നായകൻ വന്ന് എന്താ അച്ഛൻ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാണ്. താൻ ചെയ്ത കാര്യങ്ങളെല്ലാം മകൻ അറിഞ്ഞു എന്ന് അച്ഛനും മനസ്സിലാവുന്നു. താൻ ചെയ്ത തെറ്റുകളെ ഓർത്ത് അദ്ദേഹം സങ്കടപ്പെടുകയാണ്. ഞാൻ തന്നെ മാപ്പുസാക്ഷിയാകാം എന്ന് അദ്ദേഹം പറയുന്നു. മീഡിയയെ കണ്ട് അദ്ദേഹം നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. കമ്മീഷണറുടെയും മകന്റെയും ഇടപെടലുകളും താൻ ചെയ്ത തെറ്റുകളും അദ്ദേഹം പറയുന്നു. പോലീസായിട്ട് നിങ്ങൾ എന്ത് സമ്പാദിച്ചു? എന്നെയും പോലീസാകാൻ നിർബന്ധിക്കുമല്ലേ എന്ന് മകൻ ചോദിച്ചതിന്റെ വേദനയിലാണ് താൻ ഇതൊക്കെ ചെയ്തതെന്ന് അദ്ദേഹം സങ്കടത്തോടെ പറയുന്നു. ചെറിയ തെറ്റിന് അദ്ദേഹം അറസ്റ്റിലാവുന്നു. ഗുരുവിന്റെ ഇളയ മകനും ബോബിയും എവിടെ പോയി എന്നറിയില്ല. പോലീസ് തിരയുകയാണ് എന്ന് ന്യൂസിൽ പറയുന്നുണ്ട്. നായകൻ അത് കേട്ടിച്ചിരിക്കുകയാണ്. കാരണം അവര് രക്ഷപ്പെട്ടു എന്നാണ് അവൻ പോലീസിനോട് കള്ളം പറഞ്ഞത്. എന്നാൽ സത്യത്തിൽ അവൻ അവരെ കൊന്നിരുന്നു. നിങ്ങളെപ്പോലുള്ളവർ ജീവിച്ചിരിക്കാൻ പാടില്ല.
ഈ ഡ്രഗിനൊപ്പം തന്നെ ചാകണമെന്ന് പറഞ്ഞ് അവൻ അവിടെ ഡ്രഗ് വണ്ടിയോടൊപ്പം ഇട്ട് കത്തിച്ചിരുന്നു. അങ്ങനെ രണ്ടുപേരും മരിച്ചു. സത്യസന്ധനായിരുന്ന നായകന്റെ അച്ഛൻ പണത്തോടുള്ള ആർത്തി മൂലം ഇങ്ങനൊരു തെറ്റ് ചെയ്തു എന്ന് കാണിച്ച് സിനിമയുടെ കഥ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.